എല്ലാവർക്കും ചാരുമടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിതൊരു മലബാറി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. കിടിലൻ ടേസ്റ്റ് ആണ് ഇതിന്. ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇത് പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാനിന്ന് പുഴുക്കലരി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്കിനി എന്തെല്ലാമാണ് സാധനങ്ങൾ നോക്കാം. നമ്മളിന്ന് പുഴുക്കലരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പുഴുക്കലരി 250 ml കപ്പിന് 1.5 കപ്പ് പുഴുക്കലരി എടുത്ത് വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർച്ച ശേഷം എടുത്ത് വാങ്ങി വെച്ചതാണ്. അതുപോലെ ആ സെയിം കപ്പിന് തന്നെ 3/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പലരും അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് ഇന്ന് മൈദപ്പൊടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനൊരു 4 ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം നല്ല ജീരകവും 1/2 ടീസ്പൂൺ പെരുംജീരകവും ആവശ്യത്തിന് ഉപ്പും വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോ ഞാൻ ആദ്യത്തെ ജാറിലേക്ക് പകുതിയോളം അരിയും ചെറിയുള്ളിയും പെരുംജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ചേർത്താണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അതുപോലെ ഇതിന് ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല. ഒരു കുഴമ്പ് പരുവത്തിലാണ് ഇരിക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു 3/4 ഭാഗത്തോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്ര അരി ഇടുന്നുണ്ടോ അതിന്റെ 3/4 ഭാഗത്ത് വെള്ളം നിന്നാൽ മതി. ഒത്തിരി ഓവറായി പോകരുത്. നമുക്കിത് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ ആദ്യം ഇത് അരച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ആദ്യത്തെ ചാറ് അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരി അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. അരി നുറുങ്ങി കിടക്കാനേ പാടുള്ളൂ. എന്നാലും നമ്മുടെ നെയ്പത്തിരി നന്നായി വരുള്ളൂ. അരഞ്ഞിരിക്കുന്ന ടൈപ്പിലല്ല നമ്മൾ നെയ്പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത അരിയും കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോകരുത് കേട്ടോ. ഇപ്പൊ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടി ഉരുട്ടുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് പൊട്ടാതെ വരണം. അതാണ് നമ്മുടെ പാകം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകമൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ജീരകത്തിന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുത്ത് പരത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ചപ്പാത്തി പ്രസ്സിലാണ് നമ്മുടെ നെയ്പത്തിരി പരത്തി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അടിയിൽ മേടിച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്ത് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇതിന്റെ പുറത്തേക്ക് വെച്ച് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കട്ടി കുറഞ്ഞു പോകാൻ പാടില്ല, ഒത്തിരി കട്ടി കൂടി പോകാനും പാടില്ല. അപ്പൊ ആ രീതിയിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ഇതിപ്പോ ഞാൻ നല്ല തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക. അപ്പൊ നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം. അധികം വേവിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടതിന്, ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവാണ് എടുത്തത്. അതുപോലെ പ്രസ് ചെയ്യാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാനേ പാടുള്ളൂ. ഒത്തിരി പരന്നു പോകരുത്. നമുക്ക് ഇച്ചിരി കട്ടിയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 2 സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ചും മറിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇടണം. നമ്മുടെ നെയ്പത്തില റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെയായിട്ട് വന്നിരിക്കുന്നത്. ഉള്ളൊക്കെ കണ്ട നല്ലതായിട്ട് പൊള്ളച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നെയ്പത്തിൽ ഉണ്ടാക്കാന്നാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കാം. ഇത് കഴിച്ചിട്ട് തന്നെ നിങ്ങൾ ടേസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റിൽ കൂടെ ചെയ്യണം. അപ്പൊ അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുപോലെ എല്ലാവർക്കും ബൈ ബൈ.